ഈ ആൾക്കാരെ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ബിനോജ്. ഞാൻ ആലപ്പുഴ കാളാത്ത് സെൻറ്റ് പോൾസ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് 2020 ജനുവരി 17 എനിക്കിപ്പം കിട്ടിയ അത്ഭുതമായ ഈ രോഗസൗഖ്യം സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്നും കൂടി പറയണം ബ്രീഫായിട്ട്. 2019 ഞാൻ UK ഇവിടെ ഉടമ്പടി എടുത്ത് ഇംഗ്ലണ്ടിൽ വന്ന ഒരു മകൾ എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനം എന്ന സ്ഥലമുണ്ട്, അവിടെ പോകണം. അവിടെ പോയ ചേട്ടായിക്ക് ജീവിതത്തിലെല്ലാം തിരിച്ചു തരുമെന്ന് ആണ് ആ കുട്ടിയോട് പറഞ്ഞത്. അത് കേട്ടപ്പം അതുവരെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. എങ്കിലും എനിക്ക് ഇനി ഒരത്ഭുതം നടക്കാൻ സാധ്യതയില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിച്ച സമയമാണെന്ന്. അങ്ങനെ 2020 ജനുവരി 17 ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയെടുക്കാൻ വരുമ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് വീട്ടിൽ പോയി. ആ 3 മാസം ഞാൻ ശരിക്കും ഓരോ ദിവസവും ഉടമ്പടി 1-ാം ദിവസം മുതൽ പറയുകയാണെങ്കിൽ ഞാനത് കൂടുതൽ ആഴത്തിൽ ഈശോയെ മാത്രമേ അറിയുമായിരുന്നു. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ കൂടെ അമ്മയുണ്ട്, ആ കൂടെ ഈശോയുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, തകർന്നു പോയ എൻ്റെ ജീവിതം കർത്താവ് പതിയെ വീണ്ടും തിരിച്ചു തന്നു തുടങ്ങി. ആദ്യം എനിക്ക് കുടുംബത്തെ തന്നു, അതാണ് എൻ്റെ കൂടെയുള്ള ആൾ. ഇത് സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇപ്പോൾ 6-ാം വർഷമാണ്, 4-ാം ഉടമ്പടി പുതുക്കലും. അപ്പോൾ ഈ ഉടമ്പടി ആദ്യം വെക്കുന്ന സമയത്ത് മുതൽ 18 വർഷമായിട്ട് എൻ്റെ ശരീരത്തുണ്ടായിരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മൂലമുള്ള സോറിയാസിക് ആർത്രൈറ്റിസും ഈ 2 രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചു, ഡോക്ടർമാരെ കണ്ടു, ഇന്ത്യയിലും UK യിലുമുള്ള പല ചികിത്സകളും ചെയ്തു. ഒന്നിനും ഒരു മാറ്റമില്ല, ഒന്നും മാറുന്നില്ല. അവസാനം ഡോക്ടർമാർ അവിടുന്ന് പറഞ്ഞു, ഇത് മാറില്ല, ഇത് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല, ഇത് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി എൻ്റെ മനസ്സിടിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തിന് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇങ്ങനെ പോട്ടെ. പക്ഷേ ഞാൻ ഉടമ്പടി വെച്ച നിയോഗം വരുന്നത് അതുപോലെ തന്നെ 18 വർഷമായിട്ട് ഞാൻ പാലും തൈരും കഴിക്കത്തില്ല. ഞാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ജോയിനെല്ലാം നീരാവും, പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 രോഗങ്ങൾ എന്നെ ഒരുപാട് അലട്ടിയതാണ്. എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ഒരുപാട് ക്ഷമ തോന്നിയിട്ടുണ്ട്. ആരോട് പറയാൻ പറ്റില്ല. എനിക്കെന്താ ഈ പറയുന്ന പോലെ അസ്വസ്ഥതകളൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിനെ വളരെ ബാധിച്ചിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ പേടി മാറി മനസ്സിൽ നിന്ന്. അത് കഴിഞ്ഞ് ആദ്യം അത്ഭുതം നടന്നു. അത് കഴിഞ്ഞ് 2024 ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥന മേടിച്ചു. തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ഈ രോഗത്തെ തന്നെ പറഞ്ഞു. അച്ഛൻ്റെ ചൊവ്വാഴ്ച പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമാണ്, അതായത് നിയോഗം നമ്മൾ മറക്കണം, നിയോഗത്തെ പറ്റി ഓർക്കുകയേ വേണ്ടാന്ന്. അതെനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പിന്നീട് മുന്നോട്ട് പോയത് നിയോഗത്തെപ്പറ്റി ചിന്തിക്കാറില്ല. എനിക്ക് എന്താണ് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രേക്ഷിത പ്രവൃത്തി, കാരുണ്യ പ്രവൃത്തി, ഇതെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി ഭംഗിയായിട്ട്, പറ്റുന്ന സാഹചര്യം അനുസരിച്ച്. ഇംഗ്ലണ്ടിലായിരിക്കുമ്പം ഞാൻ ഇവിടുന്ന് കൊണ്ട് പത്രം മലയാളികൾ കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യും എൻ്റെ അനുഭവങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ഞാൻ അവിടെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്, അവിടെ ആയിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ട്രീറ്റിലൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് 2025 ഞാൻ ഇന്ത്യ വന്നു കഴിഞ്ഞ് ഉടമ്പടി 3-ാമത്തെ ഉടമ്പടി പുതുക്കി. അന്നേരം ഞാൻ ഈ നിയോഗം വെച്ചായിരുന്നു രോഗസഭയ്ക്ക്, പക്ഷേ മനസ്സിൽ നിന്ന് കളഞ്ഞു. പക്ഷേ പതിയെ ഞാനൊരു 6-7 മാസമായിട്ട് ഞാൻ മറന്നുപോയ കാര്യമാണ്, എൻ്റെ ശരീരത്തിൽ ഈ അസുഖം ഒട്ടുമില്ല. കംപ്ലീറ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് സോറിയാസിസിൻ്റെ സിംറ്റം എല്ലാം മാറി. കാരണം എനിക്ക് എൻ്റെ കൈയുടെ, ഞാൻ അച്ഛനെ കാണിച്ചായിരുന്നു, കയ്യെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു വെളുത്ത പാടുണ്ടാകുമായിരുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് മാറി നോർമൽ ലൈഫിലേക്ക് വന്നു. അതുപോലെ തന്നെ ഒരു 6 മാസമായിട്ട് 18 വർഷമായിട്ട് ഞാൻ കഴിക്കാതിരുന്ന പാല്, തൈര്, പാലുൽപ്പന്നങ്ങൾ, ഇത് നന്നായിട്ട് ശരിക്കും രാവിലെയും വൈകിട്ടും എന്ന പോലെ ഓരോ ഗ്ലാസ് പാൽ കുടിക്കാൻ തുടങ്ങി. അത് ശരിക്കും ഞാനൊന്ന് പരീക്ഷ നോക്കിയതാണ്, എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ അത് കംപ്ലീറ്റ് മാറി. കാരണം ഇതിനു മുമ്പ് ഞാൻ ഓരോ സ്ഥലം ചെല്ലുമ്പം കട്ടൻ കാപ്പി അല്ല കടും ചായ, ഇതാണ് കുടിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങളായിട്ട്.
അതുപോലെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ യാദൃശ്യമായിട്ടാണെങ്കിലും എന്തെങ്കിലും പാലുൽപ്പന്നത്തിൻ്റെ ശരീരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ജോയിൻറ്റിന് നീരും വേദനയും വരും. ഞാൻ പെയിൻ കില്ലർ കഴിക്കണം. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും രോഗസൗഖ്യം. ഞാനിവിടെ നിൽക്കുന്നത് ഏറ്റവും അഭിമാനത്തോടെ, ഏറ്റവും സന്തോഷത്തോടെയാണ്. അടുത്ത കാര്യം, 2025 നവംബറിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗമാണ്. എനിക്ക് മലയിൽ വെച്ച് സ്ഥലമുണ്ടായിരുന്നു. എൻ്റെ വീട് കണ്ണൂരായിരുന്നു നേരത്തെ. ആ സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് 10 ലക്ഷം രൂപ വരെ ഏക്കറിന് കിട്ടുന്ന സ്ഥലം, അത് 5 ലക്ഷത്തിൽ പോലും മേടിക്കാൻ ആളില്ല. അപ്പോൾ എനിക്ക് അല്പം ലോണും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഞാൻ നിയോഗം വെച്ചിരുന്നു. അത് ഞാൻ ശരിക്കും നിയോഗം വെച്ചെങ്കിലും അത് ഓർത്തിട്ടില്ല. പിന്നീട് ഈ കഴിഞ്ഞ മാർച്ച് മാസം ആ സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കാനും എനിക്കുണ്ടായിരുന്ന എൻ്റെ ലോൺ തീർക്കാനും പറ്റി. ഇതാണ് എനിക്ക് ഇപ്പം കിട്ടിയ ഏറ്റവും ഒരു കിട്ടിയ വലിയ ദൈവാനുഭവം. പിന്നെ ദൈവാനുഭവം എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ളത്, ഞാൻ സ്വതവേ എനിക്ക് ചൂടനായ സ്വഭാവം, ദേഷ്യപ്പെടുന്ന ആളാണ്. ഇപ്പം ഉടമ്പടി ഞാൻ കയറി കഴിഞ്ഞാൽ എന്നെ ഭയങ്കര കൺട്രോളാണ്. എന്നെ ആരോ എനിക്ക് ദേഷ്യപ്പെടാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് തോന്നുന്നു ഉടമ്പടിയിലാണ്, വായിന്നൊന്നും പോകരുത്. എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആ രീതി എനിക്ക് കംപ്ലീറ്റ് മാറിപ്പോയി. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന കാര്യം ശ്രദ്ധിക്കുന്നത് പ്രായമുള്ളവരെയാണ്. പോകുന്ന വഴിക്കോ നടക്കുന്ന വഴിക്കോ ഒരാളെ കണ്ടാൽ അവരെ ശ്രദ്ധിക്കും. അവർ നടക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ അവരെ കയ്യെ പിടിച്ച് അവിടെ എൻ്റെ കാര്യം മാറ്റി വെച്ചിട്ട് എത്തേണ്ടത് എത്തിക്കും. അതുപോലെ ഭക്ഷണം ഞാൻ ഒരു മടിയും കൂടാതെ ചോദിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും. ഇങ്ങനത്തെ കാര്യം ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ എല്ലാ ദിവസവും രാവിലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടി അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം അത് ഷെയർ ചെയ്യും സോഷ്യൽ മീഡിയയിൽ. അതുപോലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ പത്രപ്രവർത്തനം, പത്രം കൊടുക്കുന്നത് ഞാൻ എല്ലാവർക്കും ഓടി നടന്ന് കൊടുക്കില്ല. പത്രം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. കൊടുക്കാൻ വീട്ടിൽ പോകാൻ നേരത്ത് മാതാവ് എന്നോട് പറയുന്ന പോലെ 5 അല്ല 3 ഇങ്ങനെ ഒരു നമ്പർ പത്രം എൻ്റെ കയ്യിലുണ്ടാവും. ഈ പത്രം കൊണ്ട് പോകുമ്പം ബസ് യാത്ര ചെയ്യുമ്പം അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടുന്ന ഒരു 2 മിനിറ്റ് കൂടുതൽ ഞാൻ ഒന്നിച്ചായിരുന്നു കഴിഞ്ഞാൽ പരിചയപ്പെട്ട് സംസാരിച്ച് അവർക്ക് പത്രം കൊടുക്കും. ഞാൻ അമ്മയെപ്പറ്റി പറയും. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നത്, പത്രം കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടാണ് കൊടുക്കുന്നത്. വെറുതെ കൊടുക്കില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പത്രം ആളുടെ കയ്യിൽ അവർക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അത് വെള്ളം വീണോ നഷ്ടപ്പെട്ടോ പോകാതെ അവർക്ക് പിന്നീട് വായിക്കാനും പറ്റും. ഇങ്ങനെ ഒരു ബോധ്യം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഞാൻ എല്ലാവരോടും എൻ്റെ അറിയാവുന്ന ആൾക്കാരോട്, കൂട്ടുകാരോട് ഒക്കെ പറഞ്ഞൊരു കാര്യമാണ്, മക്കളെ നല്ല വഴി വളർത്താൻ നമുക്ക് തിരുസഭ വന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്വർഗം തുറന്നു തന്ന ഒരു സ്ഥലമാണ് കൃപാസനം. ഇതെൻ്റെ അമ്മ വീടാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിറങ്ങിയാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ ആ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോയില്ല. അത് എനിക്ക് കിട്ടിയ ബോധ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബിനോജ് ബേബി ആലപ്പുഴ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം പറയുക. തൻ്റെ ജീവിത പങ്കാളി ഉടമ്പടിയിലായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അത് തൻ്റെ ജീവിതത്തെ തിരിച്ച് ദൈവത്തിലേക്ക് എത്തിച്ചതിലൂടെയാണ് ഉടമ്പടിയിലേക്ക് ബിനോജ് ബേബി കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതിനെ തുടർന്നാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച രോഗസൗഖ്യം തന്നെയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന ഡിസീസ്. അത് പൂർണ്ണമായിട്ടത് മാറിയാണ് പരിശുദ്ധമ്മ ബിനോജിനെ അനുഗ്രഹിക്കുക ചെയ്തത്. കാരണം ഇതിന് പ്രത്യേകമായിട്ടുള്ള മരുന്നോ ട്രീറ്റ്മെൻറ്റോ ഇല്ലാത്തത് കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. എന്നാൽ ഉടമ്പടിയോട് ചേർന്നുള്ള തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടാകുന്നൊരു ബോധ്യവും അച്ഛൻ്റെ ടോക്കിലൊക്കെ കേൾക്കുന്നത് പോലെ നമ്മൾ നിയോഗങ്ങൾ മറന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിലെ ഈ നിയോഗത്തെ മറന്നുകൊണ്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവൻ തന്നെയായിരുന്നു. അതിനിടയിലാണ് തനിക്ക് ഇങ്ങനൊരു അസുഖമുണ്ടായിരുന്നത് പൂർണ്ണമായിട്ടത് സുഖപ്പെട്ടു എന്നുള്ളൊരു ബോധ്യമുണ്ടാക്കി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് പാലാണെങ്കിലും തൈരാണെങ്കിലും കഴിക്കുമ്പോഴുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും അത് 20 വർഷവും 18 വർഷമായിട്ട് ഇങ്ങനെ തുടർന്ന്
തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരുന്ന അസുഖം തന്നെ അതിൽ നിന്നെല്ലാം പരിശുദ്ധമ്മ പൂർണ്ണമായിട്ടും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ബിനോജിൻ്റെ വാക്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമുണ്ട്. ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അത് ജീവിതത്തിൽ തന്നെ പൂർണ്ണമായിട്ട് മാറ്റങ്ങളുണ്ടാകുമെന്ന് പറയുന്നു വെച്ചുകൊണ്ട്. കാരണം ഇത് ഒരമ്മ വീടാണെന്നും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ ജീവിതത്തിലും അതോടൊപ്പം മക്കളെ നേരെ നിർത്താനാണെങ്കിലും വളർത്താനാണെങ്കിലും ഈ ഉടമ്പടി ജീവിതത്തെ പൂർണ്ണമായിട്ട് മാതൃകയായിട്ട് തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും ജീവിത രീതികളാണെങ്കിലും എത്രമാത്രം അത് നേരായ മാർഗത്തിൽ വിശുദ്ധിയോടുകൂടി അത് അത്രമാത്രം അതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടിയിൽ നിന്ന് മാറാതെ കണ്ട് പരിശുദ്ധമായ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറാനായിട്ട് ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.